എല്ലാവരും പണത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്തോരം പണം സമ്പാദിക്കാൻ പറ്റുന്നോ അത്രയും പണം സമ്പാദിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ തലമുറക്കും എല്ലാം പണം വേണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം നശിപ്പിച്ചാലും കുഴപ്പമില്ല. IT പാർക്ക് കാര്യങ്ങളൊക്കെ വന്നോട്ടെ. ഓക്കെ, ഇതെല്ലാം ഗവൺമെന്റ് ജുഡീഷ്യറി എല്ലാം കൂട്ടു നിൽക്കുന്നു, പണക്കാരും കൂട്ടു നിൽക്കുന്നു, അല്ലെ അംബാനി അദാനി എല്ലാം കൂട്ടു നിൽക്കണേണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം അവരുടെ ഒരു കളിയാണ്. കാരണം ഭൂമി ഇല്ലാതായിക്കൊണ്ട് ഇവിടെ നരകമായ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് എണ്ണിയാൽ ഒതുങ്ങാത്ത കുറച്ച് പേരെ മാർസിലേക്ക് കൊണ്ടുപോകണം, ആ ഒരു കാറ്റഗറി. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, ഈ IT പാർക്ക് വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവിധ ഫോറസ്റ്റും എല്ലാം വെട്ടി വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, തുറമുഖം തന്നെ, അപ്പൊ അവിടെ ഫോറസ്റ്റ് വെട്ടണം. അപ്പൊ ഇതിന്റെ എല്ലാം അവസാനം വേറൊന്നുമല്ല, ഗാസയിലെ സിറ്റുവേഷൻ വരും. കാരണം പണം എന്നുള്ളത് വെറും നോട്ട് കെട്ടുകൾ അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സോ ബെൻസോ പോർഷെ എന്തവിടെ കിടന്നാലും ഭക്ഷണം വേണം, വെള്ളം വേണം, ശുദ്ധമായ വായു വേണം. ഇത് മൂന്നും ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് തിന്നാൻ പറ്റില്ല, റോൾസ് റോയ്സിന്റെ സ്റ്റിയറിംഗിൽ പോയി കടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം പണക്കാരോട് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. കാരണം അവരെല്ലാം ഭ്രമത്തിലാണ്. പാവപ്പെട്ട ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു, അവര് പാവങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. നിങ്ങളുടെ ആ ഒരു ഭ്രമത്തിന്റെ ആ ഒരു ആയുസ് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റോയൽ ആയിട്ടുള്ള ലൈഫിന്റെ ആയുസ് കഴിഞ്ഞു. കാരണം ഇവിടെ ആ ഒരു ഗാസയിലുള്ള എത്ര വലിയ സിനിമ നടനാണെങ്കിലും അയാളും കിടന്ന് കൈനീട്ടിക്കൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എത്തിക്കണം. കാരണം വേറൊന്നുമല്ല, ഭൂമിയുടെ അടിയിൽ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യത്തെ ഇവിടെ കൺവേർട്ട് ആക്കാനാണ് ഈ ഒരു AI യുഗത്തിൽ എന്തിനാണ് IT പാർക്സ്. ഓക്കെ, ചിന്തിക്കണം, AI ഉള്ള സമയത്ത് എന്തിനാണ് IT പാർക്സ്. അപ്പൊ അവർക്ക് അറിയാം ഇവിടെ വയസ്സായ ആൾക്കാരാണ്, ഇവിടെ AI ഒന്നും ഇപ്പൊ വരില്ല. അപ്പൊ ഇങ്ങനെ AI വന്നില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ നമ്മുടെ ആർമി അല്ലെ മനുഷ്യരാണ്, മനുഷ്യനെതിരെ നിൽക്കുന്നു എന്തിനെ പോലത്തെ റോബോട്ട്സും. അപ്പൊ ആര് ജയിക്കും? അങ്ങനെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ അവർ കൺക്യൂർ ചെയ്യും. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇനി യാതൊരുവിധ ഒരു യുദ്ധത്തിനൊന്നും നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന അമേരിക്ക, റഷ്യ, ഇസ്രയേൽ, ഈ പറയുന്ന ചൈന, ഇവരെല്ലാം AI വെച്ച് സമ്പൂർണ്ണമായി കഴിഞ്ഞു. ഇന്ത്യ മാത്രം ഇപ്പോഴും ആ IT പാർക്കിന് വേണ്ടി കാട് വെട്ടട്ടെ ഞങ്ങള്, അപ്പൊ ഞങ്ങൾക്ക് കുറെ പണം കിട്ടും, ഓക്കെ, അവിടെ ജോലി കൊടുക്കാം. ഇതെല്ലാം വെറുതെ മിഥ്യാധാരണകളാണ്. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാനൊരു ബുദ്ധി അവർക്കില്ല. കാരണം അവരിപ്പോഴും ജീവിക്കുന്നത് 1950-ലാണ്. എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് എഴുതാൻ പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ എല്ലാവിധ മന്ത്രിമാരും നമ്മുടെ എല്ലാവിധ ജുഡീഷ്യൽ ജഡ്ജിമാരും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സിസ്റ്റം ആകുമ്പോൾ അവർക്കും വരും, അവരുടെ ഭാവിയും അത് തന്നെ. അവരും ഒരിക്കലും ഒരു സുപ്രീം അതോറിറ്റി അല്ല, ഇപ്പൊ അവരുടെ രാജാവായിട്ടും സാറായിട്ടെല്ലാം നമ്മൾ കാണും. ഓക്കെ, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ ഭാവിയും എല്ലാം വേണ്ടത് പ്രാണവായു, പ്രാണജലം, പ്രാണമായിട്ടുള്ള പ്രാണം നിലനിർത്താനുള്ള ശുദ്ധമായ ഭക്ഷണം, ഇതൊന്നും അവർക്കും കിട്ടില്ല. ഓക്കെ, അപ്പൊ അവര് മനസ്സിലാക്കും, ഓക്കെ ഞങ്ങൾ ഇതിൽ കൂട്ടു നിന്നത് അബദ്ധമായി. പക്ഷെ ആ ഒരു അബദ്ധം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഇനി വരാൻ പോകുന്ന ഒരു യുഗത്തിൽ സാധ്യമല്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ 100 കോടി ഫോറസ്റ്റ് 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്യും. ഓക്കെ, കാരണം ഇപ്പൊ നടക്കുന്ന ഒരു ഭൂകമ്പം, ചെറിയൊരു ഭൂകമ്പം ഇടുക്കി ആ ഒരു ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന റോബോട്ട്സ് ഒക്കെ കൊണ്ടുപോയി പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരു സ്വിച്ച് ഇട്ടാ പൊട്ടുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്വിച്ച് അവരുടെ നിന്ന് മേടിച്ച് അത് ഡിസ്മാൻഡിൽ ചെയ്ത് ഇല്ലാതാക്കിയില്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, ഇതെല്ലാം തിരിച്ചറിയണം. അല്ലാതെ ഒരിക്കലും കണ്ണുമൂടി ഒരു ജീവിതം ജീവിച്ച് തീർക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ തീരും, നിങ്ങൾ അവസാനിക്കും.